രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിട്ടതിൽ വിശദീകരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. രാഹുലിനെ ശിക്ഷിക്കുകയോ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. ഔദ്യോഗിക പരിപാടിയിലാണ് രാഹുലുമായി വേദി പങ്കിട്ടത്. ബോധപൂർവം ഒരാളെ ചവിട്ടിത്താഴ്ത്തേണ്ട കാര്യമില്ല എന്നും മന്ത്രി പറഞ്ഞു. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല. അയാൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേക CPM-ൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെ മാറ്റി നിർത്തുന്നത്? അത് ഞങ്ങളുടെ സംസ്കാരമല്ല. വെച്ചാൽ ബോധപൂർവ്വം ഏതെങ്കിലും ഒരു വ്യക്തിയെ അവസരം എന്നതുകൊണ്ട് ചവിട്ടി തേച്ച് റെഡിയാക്കുന്ന ഒരു സഭ എടുക്കുന്നില്ല. UDF എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സിജോ വിജോൺ കൂടുതൽ വിവരങ്ങളുമായി. സിജോ, ഈ വി ശിവൻകുട്ടിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുള്ള പരിധി കവിഞ്ഞ പോര് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോൾ ശിവൻകുട്ടി പാരസ്പര്യത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ഒക്കെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. കൗതുകകരമാണോ? അത് നോക്കുമ്പോൾ കൗതുകകരമാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്, ഒരു ഔദ്യോഗിക പരിപാടിയാണ്. അപ്പോൾ അത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല, വേദി പങ്കിട്ടതും തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ആ ഒരു പരിധിയിൽ നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ നിലപാടിൽ നിന്ന് എങ്ങോട്ട് മാറി എവിടുന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെയും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല, അതോടൊപ്പം തന്നെ അയോഗ്യനാക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം തങ്ങൾ ഈ വീണു പോവുകയാണെങ്കിൽ ചവിട്ടി തേക്കുന്ന ഒരു സമീപനം തങ്ങൾ ആരോടും സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ഒരു വാദമാണ് അദ്ദേഹം ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് CPM നേതാക്കൾക്കൊക്കെ എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു കാര്യം വ്യക്തമാണ്, CPM-ൻ്റെ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള നിലപാട് ദിവസം ചെല്ലുന്നതനുസരിച്ച് അയയുന്നു, അത് മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതെല്ലാവരും അംഗീകരിച്ച് തരാൻ സാധ്യത കുറവാണ്. കാരണം പരസ്യ പ്രതികരണം വരുമ്പോൾ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ മറ്റു വളഞ്ഞ വഴികളിലൂടെ മറ്റു നിലപാടുമായി മുന്നോട്ട് പോവുകയും ചെയ്യും.